Hello and welcome to the final part of my Malaysian series. അപ്പോൾ ഇത് സെക്കൻഡ് ലാസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ. മുന്നത്തെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണാം കേട്ടോ. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ നേരെ പെറ്റാലിംഗ് സ്ട്രീറ്റിൽ കാട്ടോ പോയത്. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ലാസ്റ്റിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ പെറ്റാലിംഗ് സ്ട്രീറ്റിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് ഞാൻ മുന്നത്തെ പാർട്ടിലിട്ടിരുന്നു. അപ്പം ഇനിയും ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. ഇവിടെ ഇന്നെ അട്രാക്ട് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ ഒരു വാൾ ആർട്ട് ഉണ്ടാവും കേട്ടോ. ഇത് അവിടുത്തെ ആ ഒരു സ്ട്രീറ്റ് കംപ്ലീറ്റുള്ളൊരു വാൾ ആർട്ട് മെട്രോ സ്റ്റേഷനിൽ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ പോയത് KL സെൻട്രലിലേക്കാണ് കേട്ടോ, മെട്രോ വഴി. നെക്സ്റ്റ് ഡേ ആയിരുന്നു നമുക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പം എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സിൻ്റെ ടൈമിങ്ങും കാര്യമൊക്കെ ഒന്ന് പോയി അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് KL സെൻട്രലിൽ പോയത്. നമ്മളിത് സെക്കൻഡ് ടെർമിനലിലായിരുന്നു. അപ്പം ക്ലിയർ ടൂർക്കുള്ള ബസ്സിൻ്റെ ടൈമിങ്സൊക്കെ നോക്കി വെച്ചിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ചു പോന്നു. അപ്പോൾ മുന്നത്തെ ദിവസം ഞാനൊരു സൂഷി ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ അത് സക്സസ് ആവുകയാണെങ്കിൽ വീണ്ടും വന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അഗെയിൻ വന്ന് വാങ്ങിച്ചു. അപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴേക്കും ലഞ്ചിനുള്ള ടൈമായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് ലഞ്ച് കഴിച്ചിട്ട് നേരെ റൂമിൽ പോയിട്ടോ. ലാസ്റ്റ് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പൂളൊക്കെ മാക്സിമം ഉപയോഗിക്കാമെന്നാട്ടോ വിചാരിച്ചത്. അപ്പോൾ വായതാക്ക പൂൾ എൻജോയ് ചെയ്യുന്ന ടൈമിൽ ഞാൻ അഗെയിൻ എൻ്റെ പ്ലെയിൻ എയർ സ്കെച്ചിങ് തുടങ്ങിയിട്ടോ. ജസ്റ്റ് ഒരു മെമ്മറിക്ക് വേണ്ടി ഞാൻ അവിടെ നിന്നുള്ള ഒരു വ്യൂ വരച്ചിരുന്നു കേട്ടോ. പിന്നെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ നമ്മൾ വീണ്ടും റൂമിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ ലാൻഡേൺസിൻ്റെ ഒരു ഒബ്സെഷനാണ് കേട്ടോ. അപ്പോൾ ലാൻഡേൺസ് ഉള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരുന്നു എന്ന് പറഞ്ഞു രാത്രി വിസിറ്റ് ചെയ്യാൻ. അപ്പോൾ അതിൽ ബാക്കി ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഈ ക്വാച്ചായ് ഹോം. അവിടെ കംപ്ലീറ്റ് ലാൻഡേൺസ് ആയതുകൊണ്ട് രാത്രി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ഒരു ഏരിയയിൽ കുറേ കഫേ കാര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സെയിം തീമിൽ ലാൻഡേൺസ് ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള. ശരിക്കും ഈ ഒരു ലാൻഡേണിൻ്റെ ഒബ്സെഷൻ എനിക്ക് തുടങ്ങിയത് ടാങ്കിൾ എന്ന് പറഞ്ഞ ഡിസ്നി കാർട്ടൂൺ കണ്ടതിൻ്റെ ശേഷം കേട്ടോ. അപ്പോൾ അതിലുള്ള മെയിൻ ക്യാരക്ടർ ഇങ്ങനെ ഒരു ലാൻഡേൺ ഫെസ്റ്റിവൽ കാണാനുള്ള ഒരു ഡ്രീം വെച്ചിട്ട് ആണ് പോകുന്നത്. കുറേ പേര് കണ്ടിട്ടുണ്ടാവും, എന്നാലും എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്ത് പറയാം. അവിടുന്ന് പിന്നെ നമ്മൾ എഗെയിൻ ഫുഡ് സ്ട്രീറ്റിലേക്ക് പോയി. ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി കാണാമെന്നുള്ള രീതിക്ക് നമ്മളൊന്നും വാങ്ങിയില്ല. എഗെയിൻ ഫുഡ് സ്ട്രീറ്റിൻ്റെയൊക്കെ വിഷ്വൽസ് ഞാൻ കഴിഞ്ഞ പാട്ടിലിട്ടുകൊണ്ട് ഇതിൽ അത്ര കാണിക്കില്ല കേട്ടോ. പിന്നെ ഞാൻ അന്ന് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ട്രൈ ചെയ്തില്ല. ഒക്കെ എൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു സാധനമൊക്കെ ഞാൻ ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ ലാസ്റ്റിൽ ഞാൻ അവിടെ ബുക്കിറ്റ് ബിങ്താങ്ങിലുള്ള ഒരു ബേക്കിംഗ് ഷോപ്പുണ്ട്. അവിടെ നിന്ന് ഒരു മഫിൻ വാങ്ങിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്നൊരു ബ്രൗണി കൂടി വാങ്ങിച്ചിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ റൂമിൽ പോയി ഒരു മൂവിയൊക്കെ കണ്ട് ബ്രൗണിയൊക്കെ കഴിച്ച് ആ ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്തു. അപ്പോൾ ലാസ്റ്റ് ഡേ നമ്മൾ എണീക്കാൻ തന്നെ നേരം വയ്ക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെക്ക് ഔട്ട് ഏകദേശം 11 or 12 അപ്പോൾ നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ KL സെൻട്രലിലുള്ള മോളിൽ ലോക്കർ സിസ്റ്റം ഉണ്ടെന്ന് കേട്ടിരുന്നു. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ പോയി. നമ്മുടെ ലഗേജൊക്കെ അവിടെ വെച്ചിട്ട് നമുക്ക് പോവാം. കാരണം നമ്മൾ ഫ്ലൈറ്റ് വരുന്നത് രാത്രി 9:50 അപ്പോൾ നമ്മൾ ബാഗിൻ്റെ സൈസ് അനുസരിച്ചുള്ള ലോക്കേഴ്സ് അവൈലബിൾ ആണ്. അതിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ വെച്ചിട്ട് പോവാം. സോ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മൾ മോളൊക്കെ ജസ്റ്റ് കറങ്ങിയിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോയിട്ടോ. KL സെൻട്രലിൽ നിന്ന് ബസ് വഴിയാണ് കേട്ടോ എയർപോർട്ടിൽ പോയത്. സോ എയർപോർട്ടിൽ എത്തിയപ്പോൾ നമുക്ക് കുറേ ഫ്രീ ടൈം ഉണ്ടായിരുന്നു. നമ്മളവിടെ കുറേ ഷോപ്സും മോളും കാര്യമൊക്കെ ആയതുകൊണ്ട് അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ നേരെ ബോർഡിംഗ് പാസ് എടുത്തു. ആ ഒരു ടൈം ആയപ്പോഴേക്കും ഒരു ലഞ്ചിനുള്ള ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ അഗൈൻ ഫുഡൊക്കെ കഴിച്ചു.
സോ ഞങ്ങളെ ഫ്ലൈറ്റ് നല്ല ഡിലേ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ടൈം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറേ പ്ലെയിൻ സ്കെച്ചസും പെയിൻറ്റിങ്സും ഒക്കെ ചെയ്ത് അവിടെ ഇരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ചെയ്തത് ഈ ഒരു വ്യൂ ആണ്. അതിൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഞാൻ ഫസ്റ്റ് തീരുമാനിച്ചിരുന്നത്. ജസ്റ്റ് ബ്ലാക്ക് പെൻ മാത്രം വെച്ചിട്ട് ഡെപ്തൊക്കെ വെച്ചിട്ട് ചെയ്യാമെന്ന് കേട്ടോ വിചാരിച്ചിരുന്നത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ അതിലൊരു വാം യെല്ലോ കളർ കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് പോകുന്നതിന് മുന്നേ എന്തായാലും ജസ്റ്റ് കോഫിയിൽ നിന്ന് ഒരു ഗ്രീൻ ടീ കൂടി വാങ്ങണം എന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഓൾറെഡി നേരത്തെ എത്തിയിരുന്നു. അതിൻ്റെ പുറമെ ഫ്ലൈറ്റ് കൂടി ഡിലേ ആയപ്പോൾ കുറേ സമയം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ കുറേ ഇങ്ങനെ കറങ്ങി നടന്നു. പിന്നെ സ്കെച്ചിങ് ആണ് കേട്ടോ പരിപാടി. ഇതാണ് പിന്നെ ഞാൻ ചെയ്ത നെക്സ്റ്റ് സ്കെച്ച്. ഒരു ഡൂഡ്ലിങ് പോലെ ഉണ്ടോ അടുത്തത് ഞാൻ ചെയ്തത്. എൻ്റെ മുന്നിൽ കാണുന്ന ഞാൻ നോട്ട് ചെയ്യുന്ന കുറച്ച് ഒബ്ജക്ട്സ് മാത്രം എടുത്തിട്ട് വെറുതെ ഡൂഡിൽ ചെയ്തു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചെയറും ഫ്രണ്ടിലുണ്ടായിരുന്ന കുറേ സൈൻ ബോർഡുകളും ഗേറ്റിൻ്റെ ബോർഡ് അതൊക്കെ ജസ്റ്റ് ആഡ് ചെയ്തിട്ടോ. എനിക്ക് ആ ഒരു കറക്റ്റ് ബോൾഡ് ബ്ലാക്ക് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒബ്ജക്ട്സ് ആഡ് ചെയ്തത്. സോ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഈ ഒരു ട്രിപ്പിലെ ലാസ്റ്റ് പ്ലെയിൻ എയർ പെയിൻറ്റിങ്. അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് മെമ്മറീസ് കൊണ്ടാണ് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ ഈ ഒരു ട്രാവൽ വ്ളോഗ് സീരീസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. ഓൾസോ സബ്സ്ക്രൈബ്. See you in the next video. Thank you so much for watching.